ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ദിയയെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിയ ആൻഡ് കിരൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒളിച്ചോട്ട സ്റ്റോറി. അപ്പോൾ അത് കുറച്ച് നാൾ മുമ്പ് വന്നപ്പോൾ വലിയ ചർച്ചയായിരുന്നു. കാരണം ഒരു റമദാൻ മാസത്തിൽ ഒരു ഹിന്ദുവായ അന്യമതസ്ഥനോടൊപ്പം ഒരു മുസ്ലിം പെൺകുട്ടി ഇറങ്ങിപ്പോയതായിരുന്നു ഏറ്റവും വലിയ ചർച്ച. അത് ഒളിച്ചോടിയത് എന്നതിലുപരി അതൊരു റമദാൻ മാസമായിരുന്നു. അതും അത്രയും ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു കുട്ടി അങ്ങനെ ആ മാസം ഏത് മാസം ചെയ്താലും തെറ്റ് തന്നെയാണ്. അത്രയും പുണ്യമായൊരു മാസം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ അങ്ങോട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പം അടുത്തായിട്ട് ന്യൂസ് വരികയാണ്. അന്നേ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇതൊന്നും അധികകാലം മുന്നോട്ട് പോവില്ല എന്ന്. ഇപ്പോൾ ഇതാ ന്യൂസ് വരികയാണ്, ദിയയും കിരണും പിരിഞ്ഞു കഴിഞ്ഞു. കാരണം ദിയയ്ക്ക് അവിടെ സഹിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് വഴി നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. ദിയെ ഇഷ്ടമില്ലാതിരുന്നിട്ട് ഭയങ്കര കുടിയാണ് കിരൺ. അപ്പോൾ ഇഷ്ടമില്ലാതെ ബിയർ കുടിക്കാൻ വരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനം കാരണം ദിയയുടെ മാതാപിതാക്കളെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ മാതാപിതാക്കൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു മകളെ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. പിന്നെ ഒരുപാട് പേര് ദിയയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കുറ്റപ്പെടുത്തിയ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് ഒത്തുചേർന്ന് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒളിച്ചോടിപ്പോയ ദിയ വിളിച്ചപ്പോൾ മകളെ ഇരു കൈ നീട്ടി മറ്റൊന്ന് ചിന്തിക്കാതെ ഉമ്മയും വാപ്പയും സ്വീകരിച്ചു. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവളുടെ ഒരു അപകടഘട്ടത്തിൽ അവൾ ആരെയാണോ വിളിക്കേണ്ടത് അവരെ അവൾ വിളിച്ചു. ആ വിളിച്ചെടുത്തെന്ന് അവൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടി. ആ മകളെ അവർ തിരികെ സ്വീകരിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് അവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മക്കൾ വിളിച്ച് പറയുമ്പോൾ ഇത് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്ക്. പിന്നെ അവരെന്തുകൊണ്ട് പിന്നെ രണ്ടാമതൊരു വട്ടം നിങ്ങളോട് വന്ന് മാതാപിതാക്കളോടൊന്നും പറയാതെ അവർ ഈ ലോകത്തുനിന്ന് പോവുക എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇനി രണ്ടാമതും നിങ്ങളെടുത്തുനിന്ന് ഒരു ഉപദേശം കേൾക്കാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോ മോളെ എന്ന് പറയുന്നത് കേൾക്കാൻ അവർ താല്പര്യപ്പെടാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളുണ്ട് മോളെ എന്ന് പറയുന്നതിന് പകരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോളെ. ഒരു പ്രാവശ്യം പറഞ്ഞാലൊക്കെ പല പ്രാവശ്യം. കാരണം ഇന്നത്തെ കാലത്ത് ഈ ഇപ്പോൾ ഇങ്ങനെ ഗാർഹിക പീഡനം കാരണം മരണപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ എല്ലാവരുടെയും വീട്ടുകാർക്ക് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ചാനലിൽ കിടന്ന് എൻ്റെ മോൾ അങ്ങനെ ദ്രോഹിച്ചു ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് പറയുന്നതിനേക്കാളും നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കുന്നത് ആയിരിക്കില്ലേ നല്ലത്? അപ്പോൾ ദിയയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ദിയ ഒരുപാട് പേര് ആ കുട്ടി ശരി തന്നെയാണ്, കുട്ടി ചെയ്ത തെറ്റാണ്. പക്ഷേ അത് അവൾ മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞ് പോയി അത് തിരുത്താൻ വേണ്ടി അവളെ ഉമ്മായും വാപ്പയും അവൾ വിളിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒളിച്ചോടി പോയിട്ട് മകളെ സ്വീകരിച്ചതും കല്യാണം കഴിഞ്ഞ മകളെ അഡ്ജസ്റ്റ് ചെയ്തു പോകൂ എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.